പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി. മാത്യു കുഴനാടൻ MLA ₹1 പോലും വാങ്ങിയില്ലെന്നും അനന്തകൃഷ്ണൻ പ്രതികരിച്ചു. NGOസിന്റെ ഇതിലൂടെ കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ തുകയും അതിലെ ഭൂരിപക്ഷവും ഈ പ്രോജക്റ്റിൽ തന്നെ വിനിയോഗിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ NGO കോൺഫെഡറേഷൻ ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾ ഒറ്റക്കെട്ടായിട്ട് അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് റൈസിംഗ് നടത്തുകയാണ്. അതിലൂടെ അപേക്ഷകരുടെ കാര്യങ്ങൾ തീർക്കുവാനായിട്ട് പറ്റുന്ന സാഹചര്യമുണ്ട്. മീഡിയയിൽ നിങ്ങൾ പറയുന്ന പല പേരുകൾ ശരിയല്ല. അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, ഇന്നിപ്പോൾ കസ്റ്റഡി കഴിയുന്ന ദിവസമായിരുന്നു. കോടതിയിലേക്ക് എത്തിക്കുമ്പോഴും തിരികെ പോകുമ്പോഴും എന്താണ് അനന്ത് പറഞ്ഞത്? മൂവാറ്റുപുഴയിലെ കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അനന്തകൃഷ്ണനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഈ കേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അനന്തകൃഷ്ണൻ വ്യക്തമാക്കിയത്. നേരത്തെ തന്നെ മൂവാറ്റുപുഴ MLA മാത്യു കുഴനാടൻ അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വന്നിരുന്നു. അത് മാത്യു കുഴനാടൻ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം അനന്തകൃഷ്ണനോട് ചോദിച്ചത്. അനന്തകൃഷ്ണൻ പറഞ്ഞത് ₹1 പോലും ഇത് സംബന്ധിച്ച് മാത്യു കുഴനാടൻ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അനന്തകൃഷ്ണൻ പറഞ്ഞ മറ്റൊരു കാര്യം, രാഷ്ട്രീയക്കാർ പണം വാങ്ങിയ എന്ന തരത്തിലുള്ള ചില വാർത്തകൾ മാധ്യമങ്ങൾ വരുന്നു, പക്ഷേ മാധ്യമങ്ങൾ വരുന്ന പേരുകളൊന്നും ശരിയല്ല എന്നും അനന്തു പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വരൂപിച്ചിട്ടുള്ള ഭൂരിപക്ഷം തുകയും ഈ പ്രോജക്റ്റിൽ തന്നെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അതിൻ്റെ ചില സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നതാണ് അനന്തകൃഷ്ണൻ വ്യക്തമാക്കിയത്. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അനന്തകൃഷ്ണന് വേണ്ടി ജാമ്യാപേക്ഷ നൽകപ്പെട്ടു. ആ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരുപാട് പരാതികൾ വന്ന സ്ഥിതിക്കാണല്ലോ ക്രൈംബ്രാഞ്ച് സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നതും ഉത്തരവിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലൊക്കെ വേണം. അവരും ഇനി കസ്റ്റഡിയിൽ ചോദിക്കും. അപ്പോൾ വിപുലമായ രീതിയിലേക്ക് ഈ കേസ് പോവുകയാണല്ലേ അരുൺ? തീർച്ചയായിട്ടും ഇത് മൂവാറ്റുപുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല. സംസ്ഥാന വ്യാപകമായി തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ ജില്ലകളിൽ അനന്തകൃഷ്ണനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല ജില്ലകളിലും അനന്തുവിനെ പ്രതിയാക്കി കേസും എടുത്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഉണ്ടാകുമ്പോൾ വ്യാപകമായ അന്വേഷണങ്ങളും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലും ഉണ്ടാകും. ഇതിൻ്റെ ഭാഗമായിട്ട് ക്രൈംബ്രാഞ്ചും അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അനന്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ജുഡീഷ്യറി സ്വാധീനിക്കാൻ കഴിയുന്നവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവന് ഭീഷണിയുണ്ട്, സുരക്ഷ വേണം എന്നൊരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചു. ആ കോടതി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും കോടതി കൂടിയപ്പോൾ പ്രോസിക്യൂഷനും കോടതി അറിയിച്ചത് ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കസ്റ്റഡി കാലാവധി തീർന്ന അനന്തുവിനെ നേരെ ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. നാളെ അനന്തുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ പ്രധാനമായിട്ടും പ്രതിഭാഗം ഉന്നയിച്ചിരിക്കുന്നത് ഒരു സിവിൽ കേസാണ്, ക്രിമിനൽ സ്വഭാവം ഇല്ല. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന വ്യാപകമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ അനന്തുവിന് ഉടൻ തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ നാളെ കോടതി ഹർജി പരിഗണിക്കുമ്പോൾ ഇക്കാര്യം കൂടി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടും. ക്രൈംബ്രാഞ്ചിന്റെ വിശദമായ അന്വേഷണം വരുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിന്റെയും തെളിവെടുപ്പിന്റെയും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വധഭീഷണി ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിൽ പ്രതികരിച്ചത്. അരുൺ, ഈ പണം എങ്ങനെയാണ് വിനിയോഗിച്ചത്, അല്ലെങ്കിൽ അത് നൽകാനുള്ള സാഹചര്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ. അതെ, തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി മറികടക്കും എന്നുള്ളതാണ് അനന്തകൃഷ്ണൻ ഇന്ന് പറഞ്ഞത്. അതായത് ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾ അത് പരിഹരിക്കാനുള്ള ഫണ്ട് റേസിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ അപേക്ഷകർക്കെല്ലാം തീർപ്പുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാകും എന്നതാണ് അനന്തകൃഷ്ണൻ ഇപ്പോഴും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴും അത്തരത്തിലുള്ള വാഗ്ദാനമാണ് നൽകുന്നത്. കോടിക്കണക്കിന് രൂപ വകമാറ്റി ചിലവഴിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് ഈ സംസ്ഥാന വ്യാപകമായി കളക്ട് ചെയ്ത പണത്തിൽ നിന്ന് അനന്തകൃഷ്ണൻ സ്വന്തമായിട്ട് ഭൂമി വാങ്ങുകയും മറ്റ് ആർഭാട ജീവിതത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന മൊഴി. എന്നാൽ അനന്തു പുറത്ത് പറയുന്നത് പണം ഇതുവഴി സ്വരൂപിച്ചിട്ടുള്ള മുഴുവൻ പണവും താൻ ഈ പ്രോജക്റ്റിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു പ്രതിസന്ധി വന്നിരുന്നു. ആ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾ വഴി അത് മറികടക്കാനായിട്ടുള്ള ഫണ്ട് റേസിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് പറയുന്നത്. അതായത് അപേക്ഷകർ ഒരു തരത്തിലും നിരാശപ്പെടേണ്ടതില്ല, ഈ പ്രശ്നം പരിഹരിക്കും എന്നൊരു വാഗ്ദാനം
പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴും അനന്തു നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം കോടിക്കണക്കിന് രൂപയാണ് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുകയും അത് മറ്റു തരത്തിലേക്ക് ഉപയോഗിക്കുകയും ചെയ്ത് അത് സംബന്ധിച്ചുള്ള മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് ആരുടെയൊക്കെ കയ്യിൽ അല്ലെങ്കിൽ ആരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അനന്തു കോടതിയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഉദ്യോഗസ്ഥരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ സ്വാധീനമുള്ള ചില ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ പിന്നീട് അനന്തു പറയുന്നു ചില പേരുകൾ പുറത്തു വന്നു, രാഷ്ട്രീയക്കാരുടെ ചില പേരുകൾ പുറത്തു വന്നിരുന്നു, അവർ വാങ്ങിച്ച ഡൊണേഷൻ സംബന്ധിച്ച് പുറത്തു വന്നിരുന്നു, വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അവരാരുമല്ല, അതിനപ്പുറം മറ്റു ചിലരാണെന്നുള്ളതാണ് അനന്തു ഇപ്പോൾ പ്രതികരണമായിട്ട് നൽകിയിട്ടുള്ളത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കോടതിയിൽ എത്തിച്ചപ്പോഴാണ് അനന്തുവിന്റെ പ്രതികരണം കേട്ടത്.